നമസ്കാരം, സ്ത്രീയുഗത്തിലേക്ക് സ്വാഗതം. എല്ലാ കഷ്ടപ്പാടുകൾക്കും ഒടുവിൽ സന്തോഷിക്കാൻ ഒരു ദിവസമുണ്ടാകും. പിലിക്കോട് മടിവയലിലെ മുത്തുവിന്റെയും മാരിമുത്തുവിന്റെയും ജീവിതത്തിൽ ആ സുദിനമെത്തി. പഴയ പ്ലാസ്റ്റിക്കും അലൂമിനിയ പാത്രങ്ങളും ശേഖരിച്ച് ഉപജീവനം നടത്തുകയും അതിൽ നിന്നും മിച്ചം വെച്ച് മക്കളെ പഠിക്കാൻ അയക്കുകയും ചെയ്ത മാതാപിതാക്കൾക്ക് ഇത് അഭിമാന മുഹൂർത്തം കൂടിയാണ്. ഹൗസ് സർജൻസി പൂർത്തിയാക്കി മകൾ ഡോക്ടർ അഞ്ജലി 10 ദിവസത്തിനു ശേഷം വീട്ടിലെത്തുകയാണ്. കഴിഞ്ഞ ആഴ്ച കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ നടന്ന ചടങ്ങിൽ തമിഴ്നാട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി RS രാജകണ്ണപ്പൻ സർട്ടിഫിക്കറ്റ് കൈമാറി. പരിമിതമായ ജീവിത സാഹചര്യത്തിലാണ് അഞ്ജലി അഭിമാനാർഹമായ നേട്ടം കൈവരിച്ചത്. ചെറുവത്തൂർ ഗവൺമെന്റ് വെൽഫെയർ UP സ്കൂളിലായിരുന്നു പ്രാഥമിക പഠനം. പിലിക്കോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും SSLC പരീക്ഷയ്ക്ക് എല്ലാ വിഷയത്തിനും A+, തുടർന്ന് +2 സയൻസിന് കുട്ടമത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും എല്ലാ വിഷയത്തിലും A+ നേടി വിജയം ആവർത്തിച്ചു. കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിലാണ് MBBSന് പ്രവേശനം കിട്ടിയത്. പഠന കാലയളവിൽ അഞ്ജലിയും സഹോദരങ്ങളും മാതാപിതാക്കളെ സഹായിക്കുമായിരുന്നു. ഈ സമയമൊക്കെ ഡോക്ടറാകുക എന്ന സ്വപ്നം മാത്രമായിരുന്നു അഞ്ജലിയുടെ മനസ്സിൽ. ഉന്നത പഠനത്തിന് സമയമായപ്പോൾ തനിക്ക് ഡോക്ടറാകണമെന്ന ആഗ്രഹം അഞ്ജലി തുറന്നു പറഞ്ഞു. ഇത്രയും നാൾ തങ്ങളുടെ മകൾ മനസ്സിൽ സൂക്ഷിച്ച ഇഷ്ടം തുറന്നു പറഞ്ഞപ്പോൾ ആ മാതാപിതാക്കളും ഒപ്പം നിൽക്കുകയായിരുന്നു. മകളെ പഠിപ്പിക്കാനായി പതിവിലും കൂടുതൽ സമയം ആക്രി സാധനങ്ങൾ ശേഖരിച്ചു. പുറമെ മറ്റു പണികൾക്കും പോയി. അതിനൊപ്പം കടം വാങ്ങിയും അഞ്ജലിയെ പഠിപ്പിച്ചു. ഇന്നിപ്പോൾ അഞ്ജലി ഡോക്ടറാണ്. ജീവിതത്തോട് പൊരുതി നേടിയ MBBS ബിരുദം. ചെറുവത്തൂരിലെയും പിലിക്കോട്ടെയും നാട്ടുകാർക്ക് പരിചിതരാണ് മുത്തുവും മാരിമുത്തുവും. വർഷങ്ങൾക്ക് മുൻപ് തമിഴ്നാട്ടിൽ നിന്നും ജോലി തേടിയെത്തിയതാണ് മുത്തു. ആക്രി പെറുക്കി ജീവിതം കരുപിടിപ്പിച്ചു. പിന്നീട് പിലിക്കോട് മടിവയലിൽ സ്ഥിരതാമസമാക്കി. 3 മക്കളാണ് ഇവർക്ക്. ജീവിത പ്രയാസത്തിലും മക്കളെ നല്ല രീതിയിൽ പഠിപ്പിച്ചു. മകൾ രേവതി എളമ്പച്ചി തപാൽ ഓഫീസിൽ പോസ്റ്റ്വുമണായും മകൻ സൂര്യ സ്വകാര്യ കമ്പനിയിലും ജോലി ചെയ്യുന്നു. സ്ത്രീയുഗത്തിന്റെ മറ്റൊരു എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. നമസ്കാരം.